ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾ ഇതുവരെ കഴിച്ച് കാണാൻ വഴിയില്ലാത്ത നല്ല വെറൈറ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് കുമ്പളങ്ങയാണ്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ആ ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ഹോളിൽ വെച്ച് തന്നെ നമുക്ക് ഈ കുമ്പളങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിത് ഇവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തത് ഏകദേശം ഒരു 2 കപ്പുണ്ട്. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത കുമ്പളങ്ങ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനാവശ്യമായിട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് ഇളക്കി കൊടുത്ത് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഈ കുമ്പളങ്ങ നന്നായിട്ടൊന്ന് കുക്കായി തന്നെ നമുക്ക് കിട്ടണം. ആവശ്യമെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം കുമ്പളങ്ങ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അതൊന്ന് തൊട്ട് നോക്കിയാൽ മതി ഒന്ന് കുക്കായി വന്നിട്ടുണ്ടോ എന്ന്. അതിനുശേഷം ഇതിനകത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഇളക്കി കൊടുത്ത് ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ ശർക്കരയും കുമ്പളങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ എടുക്കുന്ന ശർക്കരയിൽ മണ്ണും പൊടിയൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ശർക്കരയും ചേർത്തെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ലഡുവിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം തേങ്ങയും ചേർത്ത് കൊടുത്ത് ഒരല്പ സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ടേസ്റ്റിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരല്പസമയം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ വെളുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കപ്പലണ്ടി, റോസ്റ്റഡ് കപ്പലണ്ടി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയ ശേഷം നമ്മൾ കൈകൊണ്ടൊക്കെ ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പരുവായി വരുമ്പം നമുക്കിതുപോലെ ബോൾ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയൊരു ചൂടിൽ തന്നെ വേണം നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കാൻ. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അങ്ങനെ കുമ്പളങ്ങ വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്.